കേരളത്തിൽ 3,60,00,000 പേരുണ്ടെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ആധാറിൻ്റെ കണക്കെടുത്താൽ അത് 4,10,00,000 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 49,00,000-ലധികം ആധാർ. ഇപ്പോൾ കേരളത്തിലെ കാര്യം മാത്രമല്ല, ബംഗാളിൽ ഒട്ടനവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായിട്ട് വരുന്നു. SIR വേണ്ട. കേരളത്തിൽ ഇപ്പോൾ SIR തുടങ്ങിയിരിക്കുകയാണ്, ഇവിടെയും വേണ്ട എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ശരിക്കും ഈ കേന്ദ്രീകൃതമായ ഒരു നിരീക്ഷണം ഈ പറയുന്ന ആധാർ നൽകുന്നതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരിമിതി. അങ്ങനെ തന്നെയാണോ? അല്ല, ഈ കേന്ദ്രീകൃതമായ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ആധാർ ഉണ്ടാക്കിയത്. ആധാർ കുറച്ചുകൂടെ ഡീറ്റെയിലായ ഒരു ID കാർഡ് എന്നുള്ള നിലയിലാണ്. പൗരത്വരേഖ പോലുമല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള, നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഫോട്ടോ അതൊക്കെ എടുത്തിട്ട് ആൾമാറാട്ടം ഒരു രീതിയിൽ നടക്കാത്ത ഒരവസ്ഥ കൊണ്ടുവരിക. പക്ഷേ ഇത് തുടങ്ങിയ കാലത്ത് അത്ര ശ്രദ്ധിച്ചൊന്നും അല്ല ഇത് ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആധാർ എടുക്കാൻ പോയത്. ഒരു 10-18 വയസ്സുള്ള പെൺകുട്ടി, ഒരുപാട് കൂടുതലും പെൺകുട്ടികളായിരുന്നു. ടെമ്പററി ആയിട്ട് സർക്കാർ ചെയ്തൊരു ഏർപ്പാടാണ്. അവരെവിടെ നോക്കി പിടിച്ചുകൊണ്ട് വന്നു. അവർക്ക് നമ്മുടെ പേരോ സ്ഥലമോ മേൽവിലാസമോ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യാനൊന്നും അവർക്കറിയില്ല. ബട്ട് ഈ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സംഭവിക്കുന്നതാണ്. പിന്നെ ഇവരങ്ങ് എൻ്റർ ബട്ടൺ ഞെക്കിയാൽ മാത്രം മതി. അങ്ങനെ വെച്ചാൽ അതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് വന്നു. അപ്പോൾ പിന്നെ ആധാർ തിരുത്താം എന്നായി. നമുക്ക് തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് തിരുത്താം. സാധാരണക്കാരൊന്നും കയറിക്കഴിഞ്ഞാൽ ഒരു രീതിയിൽ അതിനുള്ളിൽ കയറാൻ പറ്റില്ല. അങ്ങനത്തെ പാസ്വേഡ്, ലോഗിൻ പിന്നെ കപ്ച അടിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് 2 മിനിറ്റ് താമസിച്ച് കഴിഞ്ഞാൽ സെഷൻ ഓവർ. അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം. ഇങ്ങനെയൊക്കെ ദ്രോഹിച്ച് ആളുകളെ അക്ഷയ സെൻറ്ററിൽ എത്തിച്ചു. അപ്പം അക്ഷയ സെൻറ്ററിൽ പോയിട്ട് 50 രൂപ 100 രൂപയുടെ ഫീസുണ്ട്. അവിടെ ഭയങ്കര തിരക്കായി. അക്ഷയ സെൻറ്ററുകാർ സർക്കാരിൻ്റെ എല്ലാ സാധനങ്ങളും അക്ഷയ സെൻറ്റർ വഴിയാണ് കയറി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ടാക്സ് അടയ്ക്കാം. വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓൺലൈനായിട്ടൊന്നും നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് അടപ്പിക്കുകയില്ല. അത് നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോകേണ്ടി വരും അവസാനം. അവർക്കറിയാം ഈ സാധനം എങ്ങനെ ചെയ്യണമെന്ന്. വലിയ ദുരിതം പിടിച്ച പരിപാടിയാണ്. ഇൻകം ടാക്സ് എല്ലാവർക്കും തന്നെത്താനെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം, കാര്യമൊക്കെ ശരി. വളരെ കുറച്ച് പേര് തന്നെത്താനെ ചെയ്യുന്നുള്ളൂ. കാരണം ചെയ്യാനുള്ള ഹാസിൽസ് ഭയങ്കരമാണ്. സർക്കാരിലേക്ക് കാശ് കിട്ടുന്ന ഏർപ്പാടാണ്, അത് സിമ്പിളായിരിക്കേണ്ടത്. അത് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ കേരളത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, KSEBയുടെ ബില്ലടയ്ക്കുക, ജിയോ ഫോൺ റീചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ ബില്ലടയ്ക്കുക. എത്ര എളുപ്പമാണ് ജിയോയുടെ ബില്ലടയ്ക്കാൻ. അവർ SMS തരും, അതിലൊരു ലിങ്ക് ഉണ്ട്, ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. അവർ GPay ആണോ എന്ന് ചോദിക്കും. യെസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ടപ്പ് എന്ന് പറഞ്ഞ് GPayയിൽ പോയി പിന്നെ നിങ്ങൾ നിങ്ങളുടെ GPayയുടെ കോഡ് മാത്രം അടിച്ചാൽ മതി. പൈസ ട്രാൻസ്ഫറായി, ജോലി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നു. എന്തുകൊണ്ട് KSEB ഇത് ചെയ്യുന്നില്ല? KSEBയുടെ പൈസ നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കുകയൊക്കെ ചെയ്യാം. ആദ്യമേ ചോദിക്കും നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ. പണ്ടിറങ്ങാനായിട്ട് 11 ഡിജിറ്റോ മറ്റോ ഉള്ള കൺസ്യൂമർ നമ്പർ ആർക്കും ഓർമ്മയുണ്ടാവുക. അവിടെ വെച്ച് തന്നെ 99% ആൾക്കാർ ഇതങ്ങ് ഉപേക്ഷിക്കും. കൺസ്യൂമർ നമ്പർ നമ്മുടെ ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ മൊബൈൽ നമ്പറല്ലേ. ഈ മൊബൈൽ നമ്പർ വെച്ചിട്ട് സിസ്റ്റം ഇത് കണ്ടുപിടിച്ചോളും. ഇത് മോഹൻദാസ് ആണെന്നും അയാൾക്ക് ഇത്ര കറണ്ട് ചാർജ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ചെയ്ത് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ KSEBക്ക് കാശ് വയ്ക്കും. പക്ഷേ KSEB അത് സമ്മതിക്കില്ല. ബില്ല് വരുന്ന അതേ ദിവസം കാശ് കിട്ടുന്ന ഏർപ്പാടാണ് ഈ ജിയോ ചെയ്യുന്ന പരിപാടി. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന ഇടയ്ക്കാണ് ജിയോ നിങ്ങളുടെ ഇത് എൻ്റെ പോസ്റ്റ് പെയ്ഡാണ്, പോസ്റ്റ് പെയ്ഡിൻ്റെ ഇത് കഴിഞ്ഞു, അടുത്തത് റെഡി ഇരുന്ന ഇരിപ്പിൽ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു. ആ ജോലി അങ്ങ് തീർന്നു, എൻ്റെ തലവേദന. KSEB ബില്ല് വന്നാൽ നടക്കില്ല. KSEB ബില്ല് നിങ്ങളുടെ അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൻ്റെ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാശടയ്ക്കാൻ പറ്റില്ല. കാശടയ്ക്കണമെങ്കിൽ ആദ്യമേ ഈ ഇങ്ങനെ സർക്കാർ ഈ സംഗതി യൂസർ ഫ്രണ്ട്ലി അല്ലാതെയാക്കി.
ആധാറും യൂസർ ഫ്രണ്ട്ലി അല്ലാതെയാക്കി. അപ്പോൾ എന്തായി, സമർത്ഥന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി. സമർത്ഥന്മാർക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ഫോർമാലിറ്റിയും സംഗതിയും ഒന്നുമില്ലാതെ സിനിജിക്ക് ഒരു ആധാർ കാർഡ് വേണം, 250 രൂപയാവും. ആ തരാം. 2 ദിവസം കഴിയുമ്പോൾ ആധാർ കാർഡ് റെഡി. അപ്പോൾ സിനിജി വിചാരിക്കും ഇത് മതിയല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. ഇത് നിയമവിരുദ്ധമാണ്, അതൊന്നും എൻ്റെ ഇതല്ല, ഞാൻ പോയി എനിക്ക് തന്ന ആധാർ കാർഡ് ഇതാണ്. ഇങ്ങനെ ഒരുപാട് ആധാർ കാർഡ് ഉണ്ടായി. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ വോട്ടർമാരെ ചേർക്കാൻ ആധാർ കാർഡ്, ഇപ്പോൾ ഇതിൽ സുപ്രീം കോടതിയിൽ വലിയ തർക്കം നടന്നില്ലേ, ആധാർ കാർഡ് ഒരു രേഖയായിട്ട് സ്വീകരിക്കില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ. പറ്റില്ല, ആധാർ കാർഡ് സ്വീകരിച്ച് പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കപിൽ സിബലൊക്കെ നെഞ്ചത്തെറിയും നിലവിളിയും, യോഗേന്ദ്ര യാദവ് വലിയ പെർഫോമൻസും ഒക്കെ. എന്തിൻ്റെ കാര്യം, എന്ത് ഈ ആധാർ കാർഡ് വേണമെന്ന് ഇത്ര വാശി? ആ വാശി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഒരുപാട് ഇവർ ഇറക്കിയിട്ടുണ്ട്. 1 കോടിയിലധികമാണ് ബീഹാറിൽ. ബംഗാളിൽ എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. അതാണ് മമതാ ബാനർജി ആളെ ഇറക്കിയിട്ട് വലിയ ജാഥ നടത്തുന്നത്. ഇവിടെ ഒരു പരിശോധനയും വേണ്ട, ഒന്നും വേണ്ട. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ജാഥയ്ക്ക് മുന്നിലേക്ക് ഇറങ്ങുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കേരളത്തിലും ഇത് തന്നെയാണ്. കേരളത്തിൽ SIRനെ എതിർക്കുന്നു. എന്തിനെതിർക്കുന്നു എനിക്ക് മനസ്സിലാവണില്ല. അവരിപ്പോൾ പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പലതവണ വന്നതല്ലേ. ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർ പറയാൻ പോകുന്നതെന്നറിയാമോ, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. പിന്നെ 5 വർഷം ശരി, നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ ഇവർ പറയാൻ പോകുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ചെയ്യാം. അപ്പോൾ അത്രയും വോട്ടർമാരെ കൂടെ വോട്ടർ പട്ടികയിൽ ചേർക്കാമല്ലോ. ശരി, അതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പ് വരാൻ കാത്തിരുന്നു, ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഇവർ പറയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയല്ലേ, ഇത് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ, ഇപ്പം എന്ത് ധൃതി പിടിച്ച് ചെയ്യുന്നത്? എടോ, താൻ തന്നെയല്ലേ പറഞ്ഞത് തിരഞ്ഞെടുപ്പിൻ്റെ അടുത്ത് വെച്ച് അത്രയും വോട്ടർമാർ വരുമല്ലോ. അതേ കാരണം പറഞ്ഞിട്ട് ഇവർ അത് ചെയ്യരുതെന്ന് പറയും. ഈ ഭോഷ്ക് എത്ര കാലം ഇലക്ഷൻ കമ്മീഷൻ കണ്ടുകൊണ്ടിരിക്കണം? 2003 ശേഷം SIR അങ്ങ് നടന്നില്ല. SIR എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. കാരണം ഇത് ചെയ്യാറില്ല ഇലക്ഷൻ കമ്മീഷൻ. ഉപന്യാസം നടക്കുകയായിരുന്നു. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്ലിയറായിട്ട് സത്യസന്ധമായിട്ടുള്ള വോട്ടർമാർ മാത്രം മതി എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വിഷമം ഉണ്ടാകണമെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇവരുടെ ഈ കള്ള ആധാറും കള്ള ID കാർഡും ഇലക്ഷൻ കാർഡും ഒക്കെ ഉണ്ട്. അത് പുറത്തു വരും, ആ വോട്ടർമാർ കട്ട് ചെയ്യപ്പെടും എന്ന് പേടിയുള്ളതുകൊണ്ടാണ്. മമതാ ബാനർജി ഭയക്കുന്നത് പുറത്തുനിന്ന് വന്ന, ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ, അവർ നേരത്തെ CPMൻ്റെ വോട്ട് ബാങ്കായിരുന്നു. ഇപ്പോൾ അവർ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്കാണ്. ഇത് SIR വെച്ച് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അതാണല്ലോ SIR. അപ്പോൾ ഇൻറ്റൻസീവായിട്ട് BLO ഓരോ വീട്ടിലും പോയിട്ട് പരിശോധിച്ച് ഇയാൾ ഇവിടുത്തുകാരനാണോ എന്നൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ ഇവർ പുറത്താകും. അതാണ് ഇവരുടെ പേടി. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്ത്, ബംഗാളിയാണ്, മിത്ര ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ്. എന്നെ തല്ലിയിരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞോളൂ, തൻ്റെ നാട് ബംഗ്ലാദേശിൽ കയ്യേറി പോകും, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. 1 വർഷം തികഞ്ഞില്ല, മിത്ര എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, സംഗതി കുഴപ്പമാണ് മോഹൻദാസ്. ഞാൻ എന്ത് പറ്റി മിത്രയുടെ അച്ഛൻ, അവരുടെ ഒരു 2-3 പാടം ഉണ്ടായിരുന്നു. അതിൻ്റെ നടുക്കൂടെ റെയിൽവേ ലൈന് പോകാനായിട്ട് പുള്ളി ഈ പാടത്തിൻ്റെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ സറണ്ടർ ചെയ്തു. അപ്പോൾ പാടത്ത് മണ്ണിട്ടിങ്ങനെ പൊക്കിയിട്ട് അതിൽ റെയിൽവേ പോകും, നമ്മളൊക്കെ കാണുന്നതാണ്, എംബാങ്ക്മെൻറ്റ് എന്ന് പറയും. ഇതിനായിട്ട് സറണ്ടർ ചെയ്തു. റെയിൽവേ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ എംബാങ്ക്മെൻറ്റ് പണിഞ്ഞു. എംബാങ്ക്മെൻറ്റ് പണിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാരങ്ങ് കുടിൽ കെട്ടി താമസിക്കാൻ തുടങ്ങി. 2 ബ്രോഡ് ഗേജ് പോകണമെങ്കിൽ നല്ല വീതിക്കാണില്ല, ഒരു വീടിന് അത് ധാരാളം മതി. കിലോമീറ്റർ ദൂരത്തിൽ ഇവരങ്ങ് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി. ഈ മിത്രയുടെ അച്ഛൻ കൊടുത്തത് റെയിൽവേക്ക് പ്രയോജനപ്പെട്ടുമില്ല, ഭൂമി കയ്യിൽ നിന്ന് പോയി, ഇനി അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, റെയിൽവേ വിചാരിച്ചാലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല, ഒന്നുമില്ലാതെ പോയി. അത്ര ആളുകൾ ഇവർ പാർട്ടിയോട് പോയി പറഞ്ഞു, ഇതെന്താണിത്? പാർട്ടി മിണ്ടരുത്, വോട്ട് ബാങ്കാണത്, ഞങ്ങളവർക്ക് റേഷൻ കാർഡ് കൊടുത്തിരിക്കുക,
താമസിയാതെ ഇലക്ഷൻ കാർഡ് കൊടുക്കും. മിത്രയുടെ അച്ഛൻ റിവോൾട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് ഇപ്പം പോയാൽ വിവരം അറിയും. ഒറ്റ വരട്ടാണ് മിത്ര എന്ത് ചെയ്യും. മിത്രയുടെ അച്ഛൻ, മിത്രയുടെ അമ്മ, മിത്രയുടെ ഭാര്യ, 4 പേരാണ് വീട്ടിൽ. 4 പേർക്ക് CPM എന്ത് ചെയ്യാൻ പറ്റും ബംഗാളിൽ? പോയാൽ വിവരം അറിയുമെന്നാണ് പാർട്ടിയിൽ നിന്ന് പോയാൽ. കീഴൻ മിത്ര എന്നോട് സങ്കടത്തോടെ പറഞ്ഞു, താൻ പറഞ്ഞത് സത്യമായിരുന്നു. ഞാൻ പറഞ്ഞു, യു കനോട്ട് ഡു എനിത്തിങ്. ഇതെന്നാണ് 80s കാര്യമാണ് ഞാനീ പറയുന്നത്. 86, 87 കാര്യമാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ ബംഗാളിൽ എന്തായിരിക്കും സ്ഥിതി? വെറുതെയാണ് മമതാ ബാനർജി 2-3 തവണ അധികാരത്തിൽ വരും. ഇതൊക്കെ ഈ കള്ളവോട്ടിൻ്റെ ബലത്തിലാണ്. ഇതാണ് വോട്ട് ചോരി. രാഹുൽ ഗാന്ധിക്ക് അത് കാണില്ല. പുള്ളി അത് മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് വേളം വയ്ക്കും. മഹാകഷ്ടമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആവശ്യമാണ് നമുക്ക് നമ്മുടെ പൗരന്മാരാരാണെന്ന് കണ്ടുപിടിക്കാൻ. അത് തെറ്റാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരു ഡീറ്റെയിലും കാണിക്കില്ല, ഒരു കടലാസും ഞാൻ കാണിക്കില്ല. ഹം കാഗസ് നെയ് ദിഖായെങ്കി. ഇവിടെ ഇതെന്ത് ഭ്രാന്ത്? ഞാൻ ഇവിടുത്തെ ലെജിറ്റിമേറ്റ് താമസക്കാരനാണ്, ഞാൻ ഭാരതീയനാണ് എന്നതിന് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവണ്ടേ? ഇപ്പോഴും നമുക്കാർക്കും പൗരത്വ കാർഡില്ല. ഒരുപക്ഷെ പൗരത്വ കാർഡില്ലാത്ത പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ബാക്കി എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കാർഡുണ്ട്. നിങ്ങൾ ഭാരതത്തിൽ സിറ്റിസൺ ആണെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇതാണ്. ഇങ്ങനൊരു സാധനം നമ്മുടെ കയ്യിലില്ല. നമ്മുടെ പാസ്പോർട്ട് സിറ്റിസൺഷിപ്പിൻ്റെ തെളിവല്ല. അതിൽ ഫോട്ടോയുണ്ട്, കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് ആൻ എവിഡൻസ് ഫോർ യുവർ സിറ്റിസൺഷിപ്പ്. റേഷൻ കാർഡ് സിറ്റിസൺഷിപ്പിൻ്റെ തെളിവല്ല, ആധാർ കാർഡ് തെളിവല്ല, വോട്ടർ കാർഡ് തെളിവല്ല. സിറ്റിസൺഷിപ്പിൻ്റെ തെളിവ് ഭാരതത്തിൽ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതാണ് NRC. അത് ചെയ്യാൻ സമ്മതിക്കില്ല. ഇതെന്ത്? ഇന്ത്യയിൽ എത്ര പേര് താമസിക്കുന്നു ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയണ്ടേ? എല്ലാവർക്കും തൊഴിൽ. ശരി, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എത്ര പേര്? ഇവിടുത്തുകാർ എത്രയെന്നാണ്? ഇവിടുത്തുകാർക്കും തൊഴിൽ കൊടുക്കാനുള്ള ബാധ്യതയല്ലേ നമുക്കുള്ളൂ. അതെ. അന്യനാട്ടിൽ നിന്ന് ചുമ്മാ കണ്ടവാനും കയറി വന്ന് എനിക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമോ ഇവിടെ? ഇത് പൊളിറ്റിക്കൽ പാർട്ടീസ് അധികാരത്തിന് വേണ്ടിയിട്ട് കളിക്കുന്ന കളിയാണ്. ഇത് മോദി സർക്കാരിനും അറിയാം, ഇലക്ഷൻ കമ്മീഷനും അറിയാം. ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനെ ചൊല്ലിയാണ് ഈ വഴക്കും ബഹളമൊക്കെ നടക്കുന്നത്. ഏതായാലും സാവധാനത്തിലാണെങ്കിലും SIR ഓരോ സ്ഥലത്തായിട്ട് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ ഈ നീക്കം നടത്തുന്നത്. അങ്ങനെ നടത്തി കഴിയുമ്പോൾ ബംഗാൾ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കേരളത്തിൽ നടക്കുന്നത് ഏകദേശം ആ സമയത്തിനാണ്. അപ്പോൾ മമതാ സർക്കാരിനെ മോദി സർക്കാർ പുറത്താക്കാനായിട്ട് നടത്തുന്ന നീക്കം അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. മമതാ സർക്കാരിനെ മോദി സർക്കാരിനെ പുറത്താക്കണമെങ്കിൽ വേറെ ഭരണഘടനാപരമായ നീക്കങ്ങൾ നടത്താം. 356 വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിടാം. പിരിച്ചുവിട്ടാൽ 6 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഇല്ല. 6 മാസം എന്നുള്ളത് 1 കൊല്ലം നീട്ടാം. ഇത് നരസിംഹറാവു ചെയ്തിട്ടുള്ളതാണ്. ഭൂരിപക്ഷം ഇല്ലാതിരുന്ന നരസിംഹറാവു സർക്കാർ ആഞ്ച് സർക്കാരിനെ പിരിച്ചുവിടുകയും 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും 6 മാസത്തേക്ക് അത് നീട്ടുകയൊക്കെ ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനുണ്ട്. അതല്ല സംഭവം. ഇത് സത്യസന്ധമായിട്ട് അറിയണം. SIR നടത്തി കഴിഞ്ഞാലും ചിലപ്പോൾ മമതാ അധികാരത്തിൽ വന്നു എന്ന് വരും. അവരുടെ പേടി മാത്രമാണ്. അവരിവരെ ഭയക്കുന്നു, ബംഗ്ലാദേശി മുസ്ലിങ്ങളെ. അവരും എന്തൊരക്രമം, അടിപിടി, കത്തിക്കുത്തൊക്കെ. ആ ടീം നേരത്തെ CPMൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പോൾ CPM അധികാരം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് മാറും. ഇത് തന്നെ മമതാ ബാനർജിക്കും സംഭവിക്കും. അപ്പോൾ അത് ആരധികാരത്തിൽ വരുന്നു എന്നുള്ളത് പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലെ യഥാർത്ഥ നിവാസികൾ ആരാണ് എന്നറിയാൻ നമുക്കൊരു അവകാശമുണ്ട്. അതറിഞ്ഞിരിക്കണം. നമ്മൾ സ്വീപ്പിംഗ് ആയിട്ട് കേരളത്തിൽ ബംഗാളികൾ, ഇവരൊന്നും ബംഗാളിയൊന്നുമല്ല. കൂടുതലും ബംഗ്ലാദേശിലുണ്ടാവും, ആസാമിലാളുണ്ടാവും, അരുണാചൽ പ്രദേശിലുണ്ട്, അവിടെ ഒക്കെ ഉണ്ട്. ഒരാളിനോട് ചോദിച്ചു തൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. കുത്തി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ത്രിപുരയിൽ നിന്നാണ്. പക്ഷേ ഇവിടെ അറിയപ്പെടുന്നത് ബംഗാളിൽ നിന്നാണ്. ബംഗാളും ത്രിപുരയും തമ്മിൽ എത്ര ദൂരമുണ്ടെന്നല്ല ചോദിക്കും. ബംഗ്ലാദേശിൻ്റെ 2 വശത്താണ് ത്രിപുരയും പശ്ചിമ ബംഗാളും കിടക്കുന്നത്. ബട്ട് എല്ലാം നമ്മൾ ഒരു ഒറ്റ ബ്രാക്കറ്റ് ബംഗാളി എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയണം. ത്രിപുരയിൽ നിന്ന് ആരാണ്, ബംഗാളിൽ നിന്ന് ആരാണ്, ആസാമിൽ നിന്ന് ആരാണ്.
അവർ വന്നോട്ടെ താമസിച്ചോട്ടെ ഇവിടെ ജോലി ചെയ്തിട്ടും ഒരു കുഴപ്പമില്ല. ബട്ട് ആരാണെന്ന് നമ്മൾ അറിയണ്ടേ? അതിന് SIR നിർബന്ധമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.